അവർ പറയുന്ന സമയത്ത് ഇവർ ഒഴുക്ക് കൂടുന്ന സമയത്ത് ഇപ്പൊ ചലഞ്ച് പപ്പയ്ക്കും അമ്മയ്ക്കും ആണ്. അവർ ആദ്യമായിട്ടാണ്. എനിക്ക് ഇവരുടെ കാര്യത്തിൽ ചെറിയൊരു പേടിയാണ്. കുളു മണാലി ട്രിപ്പിന്റെ 4ാമത്തെ ദിവസത്തെ അവസാനത്തെ ആക്ടിവിറ്റി ആയിട്ടാണ് ഈ റിവർ റാഫ്റ്റിംഗ്. ഈ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ഇവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പരിപാടി തുടങ്ങി. ലൈഫ് ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ വെച്ച് തന്നു. എന്താ നടക്കാൻ പോകുന്നതെന്നുള്ള ഒരു ഐഡിയയും ഇല്ലാതെയാണ് പപ്പയും അമ്മയും നിൽക്കുന്നത്. ബോട്ടിംഗ് പോലെ സിമ്പിൾ ആണെന്നാണ് വിചാരം. തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഒക്കെ തരും കേട്ടോ. എങ്ങനെ ഏത് സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ. എന്തെങ്കിലും അപകടം പറ്റിയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ സൈൻ ചെയ്ത് മേടിച്ചിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ വളരെ ശാന്തമായിട്ട് നമ്മുടെ യാത്ര തുടങ്ങി. പതിയെ ഒഴുക്ക് കൂടുന്നതനുസരിച്ച് അമ്മയുടെ മുഖത്ത് പേടി കൂടുന്നതും കാണാം. അധികം ഡേഞ്ചർ അല്ലാത്ത ആഴമല്ലാത്തൊരു സ്ഥലമാണ് എന്ന് ഞാൻ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അപ്പേനെയും അമ്മേനെയും കൂടെ കൂട്ടിയത് കേട്ടോ. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇവർ ഗെറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ തല കുനിച്ച് റാഫ്റ്റിൽ ഇറങ്ങിയിരിക്കണം. അതുപോലെ റാഫ്റ്റിനകത്തോട്ട് ലീൻ ചെയ്ത് വേണം ഇരിക്കാൻ. ഒഴുക്കിൽ റാഫ്റ്റ് കിടന്ന് ഉലഞ്ഞ് കല്ലിൽ തട്ടി തെന്നി വട്ടം ചുറ്റുന്നതും തിരമാല പോലെ വെള്ളം ഇനി അകത്തേക്ക് വന്ന് വീഴുന്നതും ഒക്കെ കണ്ടപ്പോൾ ഇവരൊന്ന് ചെറുതായിട്ട് പേടിച്ച് കേട്ടോ. എന്നെ ഒന്ന് ഇറക്കി വിടൂ എന്ന് ചിരിച്ചുകൊണ്ട് പപ്പയും പറയുന്നുണ്ട്. നല്ല ഒന്നാം തരം നീന്തലുകാരനാണ് ഈ പറയുന്നത്. ആകെ 30 മിനിറ്റിൽ ഒരു 10 മിനിറ്റ് മാത്രമേ ഇതുപോലുള്ള റഫ് ആയിട്ടുള്ള ജേണി ഉള്ളൂ. സംഭവം ആകെ മൊത്തത്തിൽ ഇച്ചിരി റിസ്കി ആയിരുന്നെങ്കിലും ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അടിപൊളിയായിരുന്നല്ലേ?